ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം ഏവരും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും കഷ്ടതകളും അനുഭവിക്കാനുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മനുഷ്യർ സ്വാർത്ഥരായി മാറാൻ സാധ്യതയുണ്ട്, സ്വാർത്ഥരായി മാറുക തന്നെ ചെയ്യും. പക്ഷേ എന്താണ് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്? എങ്ങനത്തെ രീതിയിലാണ് നാം ആവേണ്ടതെന്നാണ് നാം ഇവിടെ നോക്കേണ്ടത്. ഇസ്ലാമിൽ നമ്മളെ പഠിപ്പിക്കുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. നിങ്ങൾ നിങ്ങളെ സ്വന്തത്തെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും ഒരു മുഅ്മിനാവുകയില്ല എന്നാണ് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാം നോക്കുക, എത്രത്തോളമാണ് നാം നമ്മുടെ സഹോദരൻ്റെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ നാം നമ്മുടെ സഹോദരൻ്റെ പ്രതിസന്ധികളിൽ നാം ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ വഹുവ ഐനുഹു വമിർആതുഹു വദലീലുഹു. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിൻ്റെ കണ്ണ് പോലെയാണ്. ആ കണ്ണ് എങ്ങനത്തെയെന്ന് വെച്ചാൽ ചീത്തയും നന്മയും വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്ന കണ്ണ് പോലെയാണ്. അതുപോലെ തന്നെ ആ ഒരു ആളുടെ, നമ്മുടെ സഹോദരൻ്റെ വൈരൂപ്യത്തെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന കണ്ണാടി പോലെയാണ്. അതുപോലെ തന്നെ നാം നമ്മുടെ സഹോദരന് ഏറ്റവും നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുക്കുന്ന വഴികാട്ടിയാവേണ്ടതെന്നാണ് നമുക്ക് മറ്റൊരു ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മൾ മറ്റുള്ള കമ്മ്യൂണിറ്റീസിനെ നോക്കുമ്പോൾ ഇസ്ലാം അതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിൽ ജാതി മത വംശവർണ്ണ വിവേചനം എന്നിങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൻ്റെ ഏതൊരു കാഴ്ചപ്പാടിലും ഏതൊരു പ്രവൃത്തിയിലും നമുക്ക് സാഹോദര്യത്തെ കാണാൻ കഴിയും. നാം ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നമ്മളോട് നമസ്കാരത്തിൽ തൊട്ടൊരുമി അണികളായി നമസ്കരിക്കണമെന്നാണ് കൽപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദീസിലൂടെ പറയുന്നു, കാണാൻ കഴിയും, നിങ്ങളുടെ അണികളെ ശരിയാക്കുക, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റമുണ്ടാക്കിയേക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളമാണ് ഇസ്ലാം സാഹോദര്യത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആരാധ്യം എന്നും ഒന്നായിരിക്കും. ഇസ്ലാമിൻ്റെ ഇമാം ഒന്നാണ്, ലക്ഷ്യവും ചിന്തയും ഒന്നാണ്, മാർഗവും രൂപവും ക്രമവും ഒന്നാണ്, പണ്ഡിതനും പാമരനും ഒന്നാണ്, ധനികനും ദരിദ്രനും, കറുത്തവൻ വെളുത്തവൻ എന്നിങ്ങനെയുള്ള യാതൊരുവിധ വിവേചനവും നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിൽ എല്ലാവരും ഒന്നാണ്. പക്ഷെ മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ നാം നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ ജാതി മത വർണ്ണ വംശവിവേചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിലൂടെ കാണാൻ കഴിയും നമുക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കാര്യത്തിൽ ഇസ്ലാം ഒരു ശരീരത്തെ പോലെയാണ്, മുഅ്മിനീങ്ങൾ ഒരു ശരീരത്തെ പോലെയാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ, എന്തെങ്കിലും പ്രയാസമോ എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ഒന്നു ചേർന്ന് നിന്ന് ആ പ്രയാസത്തെ മറികടക്കാൻ, ആ പ്രയാസത്തിൽ പങ്കുചേർന്ന് പനിച്ചും രാത്രിയും പകലും ഉറക്കം വിളിച്ചും ഒക്കെ ആ പ്രയാസത്തിൽ പങ്കുചേരും. ഒരു മുഅ്മിൻ, യഥാർത്ഥ ഒരു മുഅ്മിൻ അങ്ങനെ ആയിരിക്കണം. നാം നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളിൽ നാം പങ്കുചേരേണ്ടിയിരിക്കുന്നു. പക്ഷേ
നാം ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങളിൽ പങ്കുചേരുന്ന ആൾക്കാരാണ്. അവരുടെ വിഷമങ്ങൾ നാം എത്രത്തോളമാണ് നമുക്ക് എത്രത്തോളം അവരുടെ വിഷമങ്ങൾ അറിയാമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് സ്വന്തം നാടിന് വേണ്ടിയിട്ടും സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരന്മാർ, ആ സഹോദരന്മാരെ എത്രത്തോളമാണ് നാം ഓർക്കുന്നത്, അവരെ നാം എത്രത്തോളമാണ് ചേർത്ത് നിർത്തുന്നത്, അവരുടെ പ്രയാസങ്ങളിൽ നാം എത്രത്തോളം പങ്കുചേരുന്നുവെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആഫ്രിക്കയിലെ മുസ്ലിങ്ങളും റോഹിംഗ്യയിലെ മുസ്ലിങ്ങളും ചൈനയിലെ മുസ്ലിങ്ങളും എന്തിനേറെ നമ്മുടെ രാജ്യത്തെ ഇന്ത്യയിലെ ആസാമിലെയും UP-യിലെയും പോലുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വിഷമതകൾ, കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഈ പ്രയാസങ്ങളിൽ നാം എത്രത്തോളമാണ് ചിന്തിക്കുന്നത്, അവരുടെ പ്രയാസങ്ങൾ നാം എത്രത്തോളമാണ് അറിയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മുഅ്മിൻ തൻ്റെ സഹോദരൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങൾ ഒരു ശരീരത്തെ പോലെ നിന്ന് ആ പ്രയാസത്തിൽ പങ്കുചേരണമെന്ന് പറയുമ്പോൾ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും നാം ചെയ്യുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കേവർക്കും യഥാർത്ഥ മുഅ്മിനീങ്ങളെ പോലെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.